ഹലോ കൂട്ടുകാരെ, ഈസി വേ ഓഫ് ജേണൽ എൻട്രീസ്. ഓരോ ട്രാൻസാക്ഷനെയും നമുക്ക് എളുപ്പത്തിൽ ജേണലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് കുറച്ച് ട്രിക്സ് ഉണ്ട്. ആ ട്രിക്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ട്രാൻസാക്ഷനെ, ഒരു ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷനെയും 5 തരംതിരിക്കാം. ഒന്ന് റെസിപ്റ്റ് എൻട്രി, പേയ്മെൻറ്റ് എൻട്രി, ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് പർച്ചേസ്, അതുപോലെ തന്നെ നിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ. ഈ നിൽ എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ക്യാഷിലും ബാങ്കിലും ഒരു മാറ്റവും സംഭവിക്കാത്ത കുറച്ച് ട്രാൻസാക്ഷൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെസിപ്റ്റ് എൻട്രിയിലേക്ക് കടക്കാം. ഈ റെസിപ്റ്റ് ട്രാൻസാക്ഷന് നമുക്ക് ജേണലൈസ് ചെയ്യാനായിട്ട് ഒരു എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമുണ്ട്. അതായത് ക്യാഷിനെയോ ബാങ്കിനെയോ ഡെബിറ്റ് ചെയ്യുക. ഹെഡിൻ്റെ അണ്ടറിലാണോ ഈ റെസിപ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞു വന്നത് ക്യാഷ് ഓർ ബാങ്ക് ഡെബിറ്റ് ടു ഹെഡ് ഓഫ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഈ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നെങ്കിൽ ഇൻകം ഹെഡ് ആവാം, അസറ്റ് ഹെഡ് ആവാം, ലയബിലിറ്റി ഹെഡ് ആവാം. ഉദാഹരണം വെച്ച് നോക്കിയാലോ, ഇൻകം ഹെഡ്, റെൻറ്റ് റിസീവ് ചെയ്തു. എങ്ങനെയാണ്? ക്യാഷ് ആയിട്ടാണ് റെൻറ്റ് കിട്ടിയത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇനി അസറ്റ് ഹെഡിൽ വരുന്ന ഒരു റെസിപ്റ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അസറ്റിൽ നമുക്ക് സൺട്രി ഡെപ്റ്റേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് എടുക്കാം. 5000 രൂപ ഒരാൾ തരാനുണ്ട്, അദ്ദേഹം തന്നു, അതൊരു റെസിപ്റ്റ് എൻട്രി ആയിട്ട് മാറി. അപ്പോൾ ക്യാഷ് ആയിട്ടാണ് തന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെപ്റ്ററുടെ പേരില്ല, അതുകൊണ്ടാണ് നമ്മൾ ഡെപ്റ്റർ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ലയബിലിറ്റി? ഈ ലയബിലിറ്റി ഹെഡിൽ വരുന്ന റെസിപ്റ്റ് ട്രാൻസാക്ഷൻ, ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ലോൺ എന്താണ്? ഒരു ലയബിലിറ്റിയാണ്, തിരിച്ചടയ്ക്കണം അല്ലേ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ക്യാഷ് കിട്ടുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസ്, അതായത് ബിസിനസ്സിൻ്റെ ബാങ്ക് ബാലൻസ് അത് കൂട്ടി. അപ്പോൾ അതെന്താ? ഡെബിറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലോൺ അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ലോൺ അക്കൗണ്ട്. അപ്പോൾ റെസിപ്റ്റിൻ്റെ എൻട്രീസ് വരികയാണെങ്കിൽ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക? ബാങ്കിനെയോ ക്യാഷിനെയോ ഡെബിറ്റ് ചെയ്യുക. എന്തിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഏത് ഹെഡാണോ വരുന്നത്, ഒന്നെങ്കിൽ അത് ഇൻകം ഹെഡ് ആവാം, അല്ലെങ്കിൽ അസറ്റിൻ്റെ ഹെഡ് ആവാം, അതും അല്ലെങ്കിൽ ലയബിലിറ്റി ഹെഡ് ആവാം. ആ ഹെഡുകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പേയ്മെൻറ്റിൻ്റെ എൻട്രിയാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.